തെരുവിടത്തിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് സാംസ്കാരിക രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഉള്ള ആളുകളൊക്കെ കൊറോണ രോഗവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ട്രിപ്പിൾ ലോക്ക്ഡൗണുമായിട്ട് വളരെ നിയന്ത്രിത സ്ഥിതിയിൽ കഴിഞ്ഞുകൂടുന്ന സമയത്താണ് നമ്മൾ സാംസ്കാരിക രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷേ ഈ ഒരു അനിശ്ചിതത്വത്തിലും അതിൻ്റെ ഉള്ളിലും സാംസ്കാരിക രാഷ്ട്രീയം പ്രസക്തമാകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മുഖവുരയായി ഞാൻ പറയട്ടെ, സാംസ്കാരിക രാഷ്ട്രീയം എന്നുള്ളത് ഒരു വലിയ സബ്ജക്റ്റാണ്. അതുമായി ബന്ധപ്പെട്ട് നിരവധി അന്വേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതൊരു അക്കാഡമിക് വിഷയം കൂടിയാണ്. പക്ഷേ ഞാൻ അതിനെ സമീപിക്കുന്നത് ഒരു എഴുത്തുകാരൻ, ഒരു പ്രാക്ടിക്കൽ റൈറ്റർ, ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. അപ്പോൾ എന്താണ് രാഷ്ട്രീയം എന്നൊരു സംഗതി ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനുമുണ്ട് ഇതുപോലെ അക്കാഡമിക്കായിട്ടുള്ള ഒരു നിലപാടും അതൊരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സംഭവമുണ്ട്. പൊതുവെ രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വേറെ തലമുണ്ട്. രാഷ്ട്രീയത്തെ സംബന്ധിച്ച് എല്ലാം രാഷ്ട്രീയമായി മാറുന്നു. അതേസമയം മനുഷ്യൻ അവൻ്റെ പരിസരങ്ങളോടുള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിലുള്ള അവൻ്റെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായി നടത്തുന്ന പ്രവർത്തനങ്ങളെയാണ് പൊതുവെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് പിന്നീട് വളരെ വികസിച്ച് കുറേ ചരിത്രഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്കതിനെ വേറൊരു അർത്ഥത്തിലാണ് വായിച്ചെടുക്കാൻ കഴിയുക. അതായത് മനുഷ്യ സമൂഹം പൊതുവായി അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിക്കെതിരായിട്ടുള്ള പ്രതികരണം, ആ തടസ്സങ്ങൾ നീക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനം. ആ പ്രവർത്തനത്തിന് പല വഴികളുണ്ടായിരിക്കാം. അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഘർഷങ്ങളുണ്ടായിരിക്കാം. എങ്കിൽ പോലും വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്കും സമൂഹത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതിസന്ധിയെ നീക്കുന്നതിലേക്കുമുള്ള മനുഷ്യൻ്റെ ഒരു യാത്രയുടെ പേരാണ് പൊതുവെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതിലെ ചില അംശങ്ങൾ തീർച്ചയായിട്ടും സാംസ്കാരിക രാഷ്ട്രീയത്തിലും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇതിന് രണ്ട് വഴിയായിട്ടാണ് പൊതുവെ പരിഗണിക്കപ്പെടുന്നത്. സാംസ്കാരിക രാഷ്ട്രീയം ഒരർത്ഥത്തിൽ വളരെ സൂക്ഷ്മവും മറ്റൊരർത്ഥത്തിൽ വളരെ വിശാലവുമാണ്. അതിൻ്റെ അന്വേഷണങ്ങളും പരിശോധനകളും ഒക്കെ തന്നെ വളരെ സൂക്ഷ്മാർത്ഥത്തിൽ നടത്താൻ അതിന് കഴിയുന്നു എന്നുള്ളതാണ്. പലപ്പോഴും സാഹിത്യം, കല എന്താണ് ചെയ്യുന്നത്, സാംസ്കാരിക രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോഴും സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോഴും സാംസ്കാരിക രൂപങ്ങളെ സംബന്ധിച്ചൊക്കെ പറയുമ്പോഴും അതിലിപ്പോൾ ആധുനികമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് കുറേ സാഹിത്യ സൃഷ്ടികൾ, കലാസൃഷ്ടികളാണ്. സാഹിത്യ സൃഷ്ടികൾ എന്ന് പറയുമ്പോൾ വിവിധമായിട്ടുള്ള സാഹിത്യ രൂപങ്ങൾ, കഥ, കവിത, നോവൽ, കലാരൂപങ്ങൾ, സിനിമ, നാടകം, സംഗീതം, ചിത്രകല, അതിൻ്റെ തന്നെ നാനാരൂപങ്ങൾ. ഇതിനെയൊക്കെ പരിശോധിക്കുമ്പോൾ എന്താണ് അത് ചെയ്യുന്നത്, എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് അത് ചെയ്യുന്നത്? പലപ്പോഴും പല തെറ്റിദ്ധാരണകളുണ്ടാവും. ഇപ്പോൾ ഈ കോവിഡ് പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും അത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ ഉയർന്നു വരികയുണ്ടായി. സാംസ്കാരിക പ്രവർത്തനത്തിന് ഇപ്പോൾ വലിയ പ്രസക്തിയുണ്ട്. പലപ്പോഴും ഇതൊരു വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്. ഇപ്പോൾ മനുഷ്യൻ്റെ പ്രാഥമികമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ട്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ചികിത്സാ സൗകര്യങ്ങൾ, പിന്നെ കുറച്ചും കൂടി അപ്പുറത്തേക്കാവുന്ന വിദ്യാഭ്യാസം, അങ്ങനെയുള്ള ചില പടിപടിയായിട്ടുള്ള സംഗതികളുടെ ഒരു പടിയിൽ വളരെ താഴെ നിൽക്കുന്ന അല്ലെങ്കിൽ അത്ര അത്യാവശ്യമില്ലാത്ത ഒരു സംഗതിയായിട്ട് സാഹിത്യത്തെയും കലയും കാണുന്ന ഒരു സമീപനമുണ്ട്.
അപ്പോൾ ഇങ്ങനെ പ്രതിസന്ധി കാലഘട്ടത്തിൽ അതൊക്കെ നമ്മൾ നടത്തേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ സാഹിത്യത്തെയും കലയെയും സമീപിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണത്. സാഹിത്യത്തെയും കലയെയും പൊതുവെ ചിലപ്പോൾ പല ആളുകളും അതൊരു വിനോദ പ്രവർത്തനം, മനുഷ്യന് ഒരു സുഖവും സമാധാനമൊക്കെ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവൻ്റെ ഭക്ഷണത്തിനും പാർപ്പിടത്തിനും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ രൂപപ്പെട്ടതിന് ശേഷം അവനെ ആർജിക്കേണ്ട കുറച്ചും കൂടി ഒരു ആർഭാടത്തിൻ്റെ ഒരു ലെവലിലുള്ള ഒരു സംഗതിയായിട്ടാണ് പൊതുവെ സാഹിത്യത്തെയും കലയും ഒക്കെ തന്നെ പരിശോധിക്കുന്നത്. അത്തരം പരിശോധനയെ ഒരു സാംസ്കാരിക രാഷ്ട്രീയം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സാഹിത്യത്തിനും കലയ്ക്കൊക്കെ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള വിനോദ ദൗത്യമുണ്ട്. പ്രാഥമികമായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള ദൗത്യം അത് തന്നെയാണെന്ന് പറയാം. വിനോദമെന്ന് പറയുമ്പോൾ അത് പല തരങ്ങളുണ്ട്. മനുഷ്യനെ അനുഭൂതി നൽകുന്നതിൽ അത് മനുഷ്യൻ്റെ തന്നെ പല വ്യത്യാസങ്ങളുണ്ട്. മനുഷ്യൻ എല്ലാ സംഗതിയെയും മനുഷ്യൻ എല്ലാവരും എല്ലാതിനെയും അനുഭൂതിയായിട്ട് കണക്കാക്കുന്നില്ല. എല്ലാതും എല്ലാവർക്കും അനുഭൂതിയാവില്ല. ചിലർക്ക് കോമഡി ആയിട്ടുള്ള സിനിമ അനുഭൂതി ഉണ്ടാകുന്ന പ്രത്യക്ഷത്തിൽ, ചിലർക്ക് അനുഭൂതി ഉണ്ടാക്കുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ജീവിതത്തെക്കുറിച്ച് കുറെ കൂടി ആഴ്ന്ന് ചിന്തിക്കുകയും പരിശോധിക്കുക, അതിന് നിഗമനങ്ങൾ എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു കലയാണ് അവർക്ക് അനുഭൂതി പോലും ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. വിനോദത്തിന് തന്നെ ചില വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മുടെ ഇവിടെ ചർച്ച വിഷയമല്ല. പക്ഷേ സാംസ്കാരിക രാഷ്ട്രീയം എന്നുള്ള അർത്ഥത്തിലേക്ക് വരുമ്പോൾ കലയുടെ ദൗത്യം സമൂഹത്തിൽ വലിയ അത്യാവശ്യമുള്ളൊരു സംഗതി എന്നുള്ള നിലയ്ക്കാണ്. അതുകൊണ്ട് നമുക്ക് കോവിഡ് കാലത്തും കല വേണം, സാംസ്കാരിക പ്രവർത്തനം വേണം. ഒഴിച്ചു നിർത്താനാവാത്ത ഇടവേളകളില്ലാത്തൊരു പ്രവർത്തനമാണ് സാംസ്കാരിക രാഷ്ട്രീയത്തിൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ ഭാഗമായി വരുന്ന കലയും സാഹിത്യവും ഒക്കെ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമുക്ക് നിരവധി ഉദാഹരണങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കലയും സാഹിത്യവും സമൂഹത്തിൻ്റെ വളർച്ചയിലും വികാസത്തിലും മനുഷ്യൻ്റെ പരിണാമത്തിലും ഒക്കെ തന്നെ വഹിച്ച പങ്ക്. അങ്ങനെ പങ്ക് പലപ്പോഴും ഉദാസീനമായിട്ട് പരിഗണിക്കപ്പെട്ടു പോവുകയാണ് ചെയ്യുക. നിങ്ങൾ എന്തു ചെയ്തു എന്ന ചോദ്യം പലപ്പോഴും കലാകാരനോടും സാഹിത്യകാരനോടും ചോദിക്കുക. കാരണം ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും ഭരണത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മുടെ വികസന പരിപാടികളുടെ പ്രത്യക്ഷമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എത്ര റോഡുകളുണ്ടായി, എത്ര പാലങ്ങളുണ്ടായി, എത്ര നിയമനിർമ്മാണങ്ങൾ പാസ്സാക്കി, എത്ര ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ നൽകി, എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു, രോഗികൾ എത്ര പേരെ ചികിത്സിച്ചു. ഈ തരത്തിൽ ഉള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സാണ് നമുക്ക് അതിൽ അന്വേഷിക്കാനുള്ളത്. അതുമായി ഒരിക്കലും എത്ര നോവലുണ്ടായി, എത്ര കഥയുണ്ടായി, എത്ര സിനിമയുണ്ടായി എന്നുള്ള അർത്ഥത്തിൽ അതിൻ്റെ ഒരു പരിശോധന പലപ്പോഴും ഉണ്ടാവാറില്ല. കാരണം അത് ഇതുമായി ഒരു ബന്ധപ്പെട്ടൊരു സംഗതിയല്ല എന്നുള്ള അർത്ഥത്തിലാണ് പരിശോധിക്കപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ കോവിഡുമായി ബന്ധപ്പെട്ടൊരു സംഗതി എന്നുള്ളതിൽ പറയാം. ഇതൊരു പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്, വലിയ പ്രതിസന്ധി. ഒരു പക്ഷേ മനുഷ്യ സമൂഹം ഇതുവരെ ഇത്രയും വലിയൊരു പ്രതിസന്ധി അഭിമുഖീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇപ്പോൾ പല രാജ്യങ്ങളും അതിഭീകരമായ ചില പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ചില പ്രദേശങ്ങൾ ഇപ്പോൾ ഇതിനേക്കാൾ മാരകമായ രോഗമുണ്ട്. ഇപ്പോൾ കോവിഡ് ഒരു മാരകമായ രോഗമെന്ന് പറയാൻ പറ്റില്ല. അതിപ്പോൾ പടർന്ന് പിടിച്ച് കഴിഞ്ഞാൽ, അതിപ്പോൾ ഒരാൾ ബാധിച്ചു കഴിഞ്ഞാൽ മരണകാരണമൊന്നുമല്ല. അത് മറ്റെന്തെങ്കിലും ഒരു രോഗാവസ്ഥയോ മറ്റോ ദുർബലാവസ്ഥയോ ഉള്ള മനുഷ്യന്മാരെയാണ് അത് മാരകമായി ബാധിക്കുന്നതെന്ന് കൃത്യമായിട്ട് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ കൃത്യമായി മാരകമായിട്ടുള്ള തന്നെ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിവൃത്തിയില്ലാത്ത വിധത്തിൽ എഴുന്നേൽക്കാൻ നിവൃത്തിയില്ലാത്ത പല മാരക രോഗങ്ങളും പല പകർച്ചവ്യാധികളുടെ രൂപത്തിൽ തന്നെ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അത് ആ പ്രദേശത്ത് അങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ പ്ലേഗ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. കേരളത്തിൽ അങ്ങനെ വന്നിട്ടില്ല. നമ്മൾ ബാംഗ്ലൂർ ഉണ്ടായിട്ടുണ്ട്, കൽക്കത്ത ഉണ്ടായിട്ടുണ്ട്, ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പല നോവലുകൾക്കും കാരണമായിട്ടുണ്ട്. പ്ലേഗ് എന്ന് പറഞ്ഞൊരു നോവൽ തന്നെയുണ്ട്. രോഗവും നോവലും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അത് ഈ ബന്ധം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. അതായത് ഞാൻ പറഞ്ഞു തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മഹാമാരികളൊക്കെ ഉണ്ടായി, അത് ആ പ്രദേശത്ത് മാത്രമായിട്ട് ഒതുങ്ങി വന്നു. ഇങ്ങനെ ലോകം മുഴുവൻ വ്യാപിക്കുന്ന ഒരു അന്തരീക്ഷം ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. ലോകം മുഴുവൻ വ്യാപിച്ചു എന്ന് പറയാവുന്ന ഒരു സംഗതി, നമുക്ക് ഒരു ദുരന്തം എന്ന് പറയാവുന്നത് 1-2 ലോകമഹായുദ്ധങ്ങളാണ്. അത് എല്ലാ ജനതയെയും ബാധിച്ചു ഒരു പരിധിവരെ. ഭയങ്കരമായ അത് പല രൂപത്തിലാണ്. ക്ഷാമം,
ചില പ്രദേശങ്ങളിലെ ജനങ്ങൾ, അതായത് മഹാമാരി ഉണ്ടാവുന്നതിനേക്കാളും വലിയ പ്രശ്നമാണ് ഒരു യുദ്ധം എന്ന് പറയുന്നത്. ഇപ്പോൾ ചില ആൾക്കാർ യുദ്ധത്തിന് വേണ്ടിയുള്ള ചില ആഗ്രഹങ്ങൾ, ഇങ്ങനെ അത് യുദ്ധം എന്തോ ഒരു വലിയ അനുഭൂതി ഉണ്ടാക്കുന്ന സംഗതിയാണ് എന്നുള്ള അർത്ഥത്തിൽ അതിനുവേണ്ടിയുള്ള ചില സംഗതികളൊക്കെ നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ ഒരു ഭീകരമായ ഒരു സംഗതിയാണ്. അത് ദാരിദ്ര്യം ഉണ്ടാക്കുന്നു, എത്രയോ കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു. പട്ടാളക്കാർ പരസ്പരം യുദ്ധം ചെയ്തിട്ട് മരിക്കുക മാത്രമല്ല ഓടി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കെട്ടിടങ്ങൾ തകർക്കുകയോ അതിർത്തി ലംഘിക്കുകയോ ചെയ്യുന്നതല്ല അതിൻ്റെ പ്രശ്നം. അത് വർഷങ്ങളോളം അതിൻ്റെ പ്രശ്നം ഉണ്ടാവും. അത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ഞാനതിലേക്ക് പോകുന്നില്ല, കാരണം അതിപ്പോൾ എൻ്റെയൊക്കെ ജീവിതമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ രണ്ടാം ലോകമായുധമൊക്കെ കഴിഞ്ഞിട്ട് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ജനിച്ചത്. പക്ഷേ അന്നും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ലോകം അനുഭവിച്ചിരുന്നു, ദൗർലഭ്യം ഭക്ഷണത്തിൻ്റെ രൂപത്തിൽ. പിന്നീട് ഇന്ത്യയും അയൽ രാജ്യങ്ങളും തമ്മിൽ ഞങ്ങളുടെയൊക്കെ ജീവിതകാലത്ത്, കുട്ടിക്കാലത്ത് തന്നെ ചില യുദ്ധങ്ങളുണ്ടായി. ചൈനയായിട്ടുള്ള യുദ്ധം, പാകിസ്ഥാനായിട്ടുള്ള യുദ്ധം, ബംഗ്ലാദേശിന് വേണ്ടിയിട്ടുള്ള യുദ്ധം. അപ്പോൾ ആ യുദ്ധത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് അതിഭയങ്കരമായ ദാരിദ്ര്യവും കഷ്ടപ്പാടുമൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ ജീവിതമാണ് നമുക്ക് പലപ്പോഴും മലയാള സാഹിത്യത്തിൽ, നോവലുകളിലൊക്കെ, പ്രത്യേകിച്ചും പുരോഗമന സാഹിത്യത്തിൻ്റെ ഘട്ടത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. അതിരൂക്ഷമായ ജീവിതം, നഗരങ്ങളിലൊക്കെ ഉള്ള അധോലോകങ്ങൾ ബഷീറിൻ്റെ കൃതികളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമുക്കത് കാണാൻ കഴിയുന്നു. കൊച്ചി, ആലപ്പുഴ പോലുള്ള നഗരങ്ങൾ, അവിടെയൊക്കെ മനുഷ്യൻ പേക്കോലങ്ങളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി നമുക്ക് ബഷീറിൻ്റെ കൃതികളിൽ കാണാൻ കഴിയും. അതിപ്പോഴൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ, റോട്ടിലേക്ക് ഇറങ്ങി സ്വയം വിറ്റുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ, കുട്ടികൾ, പലയിടത്തും കൂലിവേലയ്ക്കൊക്കെ നിന്നിട്ട് പഠിപ്പൊന്നുമില്ലാതെ, ഭക്ഷണമൊന്നും കഴിക്കാൻ നിവൃത്തിയില്ലാതെ പോകുന്ന കുട്ടികളൊക്കെ ബഷീറിൻ്റെ കഥാപാത്രങ്ങളിൽ, ഇപ്പോൾ ജന്മദിനം പോലുള്ള കഥകളിലൊക്കെ തന്നെ ചില ഒരു ചെരുപ്പ് മെതിയടി വിൽക്കാൻ വരുന്ന കുറച്ച് കുട്ടികളെ കണ്ടു. അവരുടെയൊക്കെ ജീവിതം ശബ്ദങ്ങളിലൊക്കെ വന്നിട്ടുള്ള, നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു പഴയ പട്ടാളക്കാരൻ, പുരുഷവേശ്യ ഒക്കെ ആയിട്ടുള്ള സന്മാർഗികമായിട്ടുള്ളൊരു ലോകം. അതൊക്കെ യുദ്ധത്തിൻ്റെ ബാക്കിയാണ്. ഞാൻ വിഷയത്തിലേക്ക് കിടക്കുകയല്ല. അപ്പോൾ യുദ്ധം ഇതുപോലുള്ളൊരു വലിയ വിപത്തുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ യുദ്ധമായാലും മഹാമാരി ആയാലും അത്തരം പ്രതിസന്ധികളുണ്ടാകുമ്പോൾ അത് ഭൗതിക ജീവിതത്തിനുണ്ടാകുന്ന വലിയൊരു തകർച്ച. നിരവധി ആളുകൾ പലതരയ്ക്ക് മരിച്ചു പോകുന്നു. പക്ഷേ അത് മനുഷ്യ സമൂഹത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഒരു അനുഭവം എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെയാണ് ഒരു സാംസ്കാരിക രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി പ്രതിസന്ധി കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത്. മനുഷ്യൻ ചിന്തിക്കുന്നു. കാരണം ഒരു ജീവൽ പ്രശ്നം മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ രാഷ്ട്രീയമുണ്ടല്ലോ, നമ്മൾ ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും, കേരളീയരൊക്കെ വലിയ പ്രബുദ്ധരാണെന്ന് പറയും, രാഷ്ട്രീയ പ്രബുദ്ധരാണെന്ന് പറയും. വോട്ടിംഗ് ശതമാനമൊക്കെ കൂടുതലാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിങ്ങുകളിലൊക്കെ ധാരാളം പേര് പങ്കെടുക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ. പക്ഷേ പൊതുവെ മനുഷ്യൻ വളരെ ഉദാസീനമാണ് രാഷ്ട്രീയ പ്രക്രിയയെ കാണുന്നത്. പലരും പല രീതിയിലാണ്. ചിലർക്കതൊരു മത്സരമാണ്. രണ്ട് കക്ഷികൾ അപ്പുറത്തുപ്പുറത്ത് നിന്ന് ഞാനൊരു കക്ഷിയിൽ ചേർന്നു, അപ്പോൾ മറ്റുള്ള പരാജയപ്പെടുമ്പോഴും ഇവിടെ വിജയിക്കുമ്പോഴും അവന് തോന്നുന്ന ഒരു തരം സന്തോഷം. അല്ലെങ്കിൽ ഫുട്ബോൾ മാച്ചൊക്കെ കാണുന്ന പോലെയുള്ള. പിന്നെ ചില ആൾക്കാർക്ക് വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, ചില വിഭാഗങ്ങൾക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒക്കെ തന്നെ താൽക്കാലികമായിട്ടുള്ള ചില നിലപാടുകളും ഒക്കെയാണ് പൊതുവെ രാഷ്ട്രീയത്തിൽ കാണുന്നത്. ആത്മാർത്ഥമായിട്ട് ആ പ്രത്യയശാസ്ത്രത്തോടും, അല്ലെങ്കിൽ അത് മനുഷ്യ സമൂഹത്തിന്, ഏത് പ്രത്യയശാസ്ത്രമാകട്ടെ, അത് മനുഷ്യ സമൂഹത്തിന് മോചനത്തിന് ഉപാധി ആണ് എന്ന് നിശ്ചയിച്ചുറച്ചുകൊണ്ട് സ്വയം സമർപ്പിച്ചുകൊണ്ട് വരുന്ന രാഷ്ട്രീയ പ്രവർത്തകരെയും നമുക്ക് കാണാൻ കഴിയും. പക്ഷെ പൊതുസമൂഹം ഉദാസീനമാണ്. പക്ഷെ ചില ഘട്ടങ്ങളിൽ, ചരിത്രത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ അവൻ വളരെ സജീവമായി ഉണർന്ന് രാഷ്ട്രീയ പ്രക്രിയ നിരീക്ഷിക്കുന്നു. അത് ഇന്ത്യയിലും അത്തരത്തിലുള്ള പല ചരിത്രഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ പ്രതിസന്ധിയുടെ ഒരു കാലം, അതായത് ഇതുപോലുള്ള വ്യാപകമായ പ്രതിസന്ധിയുടെ കാലം, അതായത് മനുഷ്യനെ ബാധിക്കുന്ന പ്രതിസന്ധി, അത് പ്രത്യക്ഷമായ പ്രതിസന്ധി. ഇപ്പോൾ ഈ സാമ്പത്തിക തകർച്ച പോലുള്ള സംഗതികളൊക്കെ പ്രതിസന്ധിയാണ്. പക്ഷെ അത് മനുഷ്യനെ അങ്ങനെ വളരെ സൂക്ഷ്മതലത്തിലാണ് അവനെ ബാധിക്കുക. അവന് മനസ്സിലാവില്ല അത്. പലപ്പോഴും നമ്മുടെ സാമ്പത്തിക വിദഗ്ധന്മാരൊക്കെ പറയാറുണ്ട്, അതായത് മനുഷ്യൻ പട്ടിണി കിടന്നാലൊന്നും മനുഷ്യൻ
ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കില്ല. പട്ടിണി കിടന്നാൽ വിപ്ലവകാരിയാവില്ല എന്ന് പറയാറുണ്ട്. പട്ടിണി കിടന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനില്ലാണ്ടായാൽ ഭക്ഷണം കഴിക്കാത്ത ഒരവസ്ഥയിൽ ഇങ്ങനെ ആ ഒരു ആലസ്യത്തിൽ അങ്ങനെ പോവുകയുള്ളൂ. അതേസമയം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഉണ്ടാവുന്ന പ്രതിസന്ധികളാണ് അവൻ തിരിച്ചറിയുക എന്ന് പറയാറുണ്ട്. അതുപോലെ ആണ് അത്തരത്തിലുള്ള പ്രതിസന്ധികൾ. പക്ഷേ ഇത് വളരെ പ്രത്യക്ഷമായ പ്രതിസന്ധിയാണ്. വളരെ അനിശ്ചിതത്വം നമ്മുടെ മുമ്പിലുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ ഇത് പെട്ടെന്ന് അവസാനിക്കുമെന്ന് വിചാരിച്ചിരുന്നു. ഒരാഴ്ച കൊണ്ട് അവസാനിക്കുമെന്നാണ് പലരും വിചാരിച്ചിരുന്നത്. പിന്നെ 1 മാസം കൊണ്ട് അവസാനിക്കുന്നു വിചാരിച്ചു. ഉടനെ തന്നെ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് കാണാൻ കഴിയും എന്ന് വിചാരിച്ചു. പക്ഷേ അതിങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പോൾ അങ്കലാപ്പും അനിശ്ചിതത്വമൊക്കെ വർദ്ധിക്കുമ്പോൾ മനുഷ്യൻ വേറൊരു മനുഷ്യനായി മാറുകയാണ്. അവൻ മനുഷ്യൻ എന്നുള്ള സങ്കല്പത്തെക്കുറിച്ചും അവൻ്റെ ജീവിതത്തെക്കുറിച്ചുമുള്ള അവൻ്റെ കൺസെപ്റ്റുകൾ മാറുന്നു. എന്താണ് മനുഷ്യജീവിതത്തിൻ്റെ ഉദ്ദേശം, ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ തുടങ്ങുന്നു. ചില ഫിലോസഫി അവനെ ബാധിക്കുന്നു. ഏതൊരു മനുഷ്യനും ഫിലോസഫറാവുന്നൊരു കാലം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവൻ എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്നൊക്കെ അന്വേഷിക്കാൻ തുടങ്ങുന്നു. മാത്രമല്ല പല അന്വേഷണങ്ങൾക്ക് അത് കാരണമാകുന്നു. ആരാണ് ഈ പ്രതിസന്ധിയിൽ നിന്ന് നമ്മളെ നയിക്കാൻ പ്രാപ്തർ? ആരാണ് ഈ പ്രതിസന്ധിയിൽ നിന്ന് നയിക്കാൻ പ്രാപ്തരല്ലാത്തവർ? അങ്ങനെ വരുമ്പോൾ ശരിയായ നേതൃത്വം എന്ത്? സാംസ്കാരിക നേതൃത്വം ഏത്? രാഷ്ട്രീയ നേതൃത്വം ഏത്? കാരണം മുമ്പ് ഇപ്പോൾ ഒരു വോട്ടെടുപ്പിൽ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്താലും ഒരു വ്യത്യാസമില്ല എന്നുള്ള വിചാരത്തിലോട്ട് കൂടിയാണ് അവൻ വോട്ട് ചെയ്യാൻ വരുന്നത്. കാരണം രാഷ്ട്രീയ പാർട്ടി നമ്മുടെ പത്രങ്ങളും മനോരമകളും മാതൃഭൂമികളും ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരും തമ്മിൽ വ്യത്യാസമില്ല, എല്ലാവരും കൊള്ളരുതാത്തവരാണെന്നാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വരുന്ന ആൾക്ക് അങ്ങനെ ഒരു ബോധത്തോടു കൂടിയാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നേതൃത്വ തിരഞ്ഞെടുപ്പൊന്നല്ല ഞാൻ പറയുന്നത്, നേതൃത്വത്തെ പരിശോധിക്കാൻ പലവിധ നേതൃത്വങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് പഞ്ചായത്തിൽ നേതൃത്വമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യവകുപ്പ് ഒരു നേതൃത്വമാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേതൃത്വമാണ്, പോലീസ് നേതൃത്വമാണ്, കേരള സർക്കാർ നേതൃത്വമാണ്, കേന്ദ്ര സർക്കാർ നേതൃത്വമാണ്, ഇന്ത്യയിൽ ലോകത്തിലെ തന്നെ പല ഗവൺമെൻറ്റുകൾ നേതൃത്വമാണ്, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഭരണാധികാരികൾ നേതൃത്വമാണ്. ഈ നേതൃത്വങ്ങളെയൊക്കെ അവൻ പരിശോധിക്കുകയാണ്. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. കാരണം അവൻ്റെ ഒരു ആത്മപ്രതിസന്ധിയുടെ മുമ്പിൽ അവൻ നേതൃത്വത്തെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴവന് പെട്ടെന്ന് മനസ്സിലാവും ശരിയായ നേതൃത്വം ഏത്. ചിലപ്പോൾ വോട്ടെടുപ്പിൻ്റെ സമയത്ത് അവൻ തെറ്റ് ചെയ്ത ഒരു സംഗതി ഇപ്പോൾ അവന് മനസ്സിലാവും. കാരണം ഇതൊരു ആപത്ഘട്ടമാണ്, ഇവിടെ ശരിക്കുള്ള നേതാവ് വേണം. അപ്പോൾ അതുകൊണ്ടാണ് കേരള സർക്കാർ ശ്ലാഘിക്കപ്പെടുകയും മറ്റു പല സർക്കാരുകളും അങ്ങനെ അല്ലാതാവുകയും ചെയ്യുന്നത്. ഇവിടെ രാഷ്ട്രീയം മാറുന്നു. ഏത് പാർട്ടിയിലാണ് ഞാനെന്നുള്ളതല്ല. ഇവിടെ ചുരുക്കിയ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ഇത് ഒരു സ്ഥൂല രാഷ്ട്രീയം വിട്ടിട്ട് ഇതൊരു ജീവൻ്റെ രാഷ്ട്രീയമായി മാറുന്നു. ജീവൻ്റെ രാഷ്ട്രീയമായി മാറുന്ന ഒരു ഘട്ടമാണിത്. അതാണ് ഞാൻ പറയുന്നത്. സാംസ്കാരിക രാഷ്ട്രീയത്തിൻ്റെ ഒരു കൈമുതൽ എന്നുള്ള നിലയ്ക്ക് ഈ പ്രതിസന്ധികളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ എങ്ങനെ സാംസ്കാരിക രാഷ്ട്രീയത്തിലെ ഒരു ഉപാധിയാവുന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്തരം ഒരു രംഗം ചരിത്രത്തിൽ ഉണ്ടാവുമ്പോൾ അതൊരു വലിയ മുതൽക്കൂട്ടാണ്. മനുഷ്യരെല്ലാവരും ഒരു പ്രതിസന്ധിക്ക് മുമ്പാകെ നിൽക്കുകയും അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് കൂട്ടായി ചിന്തിക്കുകയും, കൂട്ടായിട്ടില്ലെങ്കിൽ വീട്ടിലിരുന്നിട്ടായാലും തലപുകഞ്ഞ് ചിന്തിക്കുകയും, അതോടുകൂടി പല മനോഭാവങ്ങൾ മാറുകയും, ജീവിതത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് മാറുകയും, നേതൃത്വത്തെക്കുറിച്ചും രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചും മതത്തെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും ഒക്കെയുള്ള കൺസെപ്റ്റുകളൊക്കെ മറിയുകയും ചെയ്യുന്ന ഒരു കാലം. അതാണിത്. ഇതിപ്പോൾ മനസ്സിലാവില്ല. ഇത് കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ. കഴിഞ്ഞ വെള്ളപ്പൊക്ക കാലത്ത് ഇതുപോലെ കുറച്ചൊരു സമയം നമുക്കുണ്ടായിരുന്നു. പക്ഷേ അത് ചില ജില്ലകളിലായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു അങ്കലാപ്പ് കുറവുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാ ജില്ലകളിലും, ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ജില്ലകളിൽ വലിയ പ്രശ്നമായിരുന്നു. പക്ഷേ അതേസമയം വേറെ ജില്ലകളിലില്ല, ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഇല്ല, ലോകത്ത് വേറെ സ്ഥലത്തൊന്നുമില്ല. പക്ഷേ ഇന്നതല്ല. ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തെ പോലുള്ളൊരു സംസ്ഥാനത്ത് ഇത് ഒരു സമാധാനം മനുഷ്യന് കിട്ടണമെങ്കിൽ കേരളം മാത്രം രക്ഷപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. കാരണം ലോകം മുഴുവൻ രക്ഷപ്പെട്ടാലേ കേരളീയർക്ക് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെയൊക്കെ മക്കളും കുട്ടികളും ബന്ധുക്കളും ഒക്കെ തന്നെ വേറെ രാജ്യങ്ങളിലല്ലേ, വേറെ സ്ഥലങ്ങളിലല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ അങ്കലാപ്പ് വളരെ വലുതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമുണ്ടായിരുന്ന ഈ ഒരു തിരിച്ചറിവിൻ്റെ ഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. പക്ഷേ അത് എല്ലായ്പ്പോഴും ഈ തിരിച്ചറിവിൻ്റെ ഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു അനുഭവം. മനുഷ്യ സമൂഹത്തിന് ഏറ്റവും വലിയൊരു സംഗതിയാണല്ലോ അനുഭവം എന്ന് പറയുന്നത്.
അത് സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉപാധിയും ഉപകരണവും, അല്ലെങ്കിൽ ഒരു അസംസ്കൃത വസ്തുവല്ല, അതിൻ്റെ എല്ലാവിധ വസ്തുവും അനുഭവം തന്നെയാണ്. ഇത് സാഹിത്യത്തിന് മാത്രമല്ല, അനുഭവം എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് മുഴുവൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയും ഇന്ധനവുമാണ് അനുഭവം എന്ന് പറയുന്നത്. മനുഷ്യൻ ജീവിച്ച ജീവിതം, അതിൻ്റെ മുമ്പിൽ എഴുതപ്പെട്ടിട്ടുള്ള ഫിലോസഫിയും ഇതൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണെങ്കിൽ ഫിലോസഫിയൊക്കെ ഓക്കെ. അല്ലാതെ യാന്ത്രികമായ ചില സംഗതികളായിട്ട് എഴുത്തും മറ്റു കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ, അനുഭവരഹിതമാണെങ്കിൽ അതിനൊന്നും ഒരു പ്രസക്തിയില്ല, അതിനൊന്നും നിലനിൽപ്പില്ല. അപ്പോൾ അനുഭവം ഉണ്ടാവുന്നൊരു ഘട്ടം, വെള്ളപ്പൊക്ക കാലത്ത് നമുക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. ആ അനുഭവത്തിലൂടെ നമ്മൾ വലിയ കാര്യങ്ങളൊക്കെയല്ലാണ് പറഞ്ഞിരുന്നത്. മതേതര സമൂഹത്തെക്കുറിച്ചും ജാതിക്കും മതത്തിനൊക്കെ അതീതമായി ഒന്നിക്കുന്ന മനുഷ്യനെക്കുറിച്ചും ഒക്കെയല്ലേ പറഞ്ഞത്. പക്ഷേ പെട്ടെന്നത് മറന്നു മലയാളി. ഈ ഒരു മറവിയുണ്ട് മനുഷ്യ സമൂഹത്തിൽ. ഈ ഒരു മറവിയെ അതിജീവിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളൊരു സാംസ്കാരിക രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? എഴുത്തുകാർ അവർക്ക് മുമ്പിലുള്ള ചരിത്രത്തെ സൂക്ഷ്മമായി, അല്ലെങ്കിൽ വർത്തമാനകാലത്തെ സൂക്ഷ്മമായി പരിശോധിക്കണം, പ്രത്യേകിച്ചും ഈ ചരിത്രഘട്ടങ്ങളിൽ. എന്നിട്ട് അതിനെ സർഗാത്മകമായി രേഖപ്പെടുത്തണം. എന്നാൽ മാത്രമേ ഇത് വരും കാലഘട്ടങ്ങളിലേക്കുള്ള ഒരു അനുഭവമായി മാറുകയുള്ളൂ. ഇതാണ് ഒരു സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ അനുഭവങ്ങൾ അതിനെ സർഗാത്മകമാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രിസർവേഷൻ ആണത്. അതിന് സർഗാത്മകമാക്കി അടയാളപ്പെടുത്തുക എന്ന് വെച്ചാൽ നോവലും കഥയും മറ്റു സംഗതികളും ചരിത്രവും ഒക്കെ ആയിട്ട് എഴുതുക എന്നതർത്ഥം. അല്ലെങ്കിൽ അത് നാടകവും മറ്റൊക്കെ ആയിട്ട് അതിനെ ചിട്ടപ്പെടുത്തുക എന്നാണ്. അങ്ങനെ ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ എല്ലാ കാലത്തേക്കുമുള്ള കൈമുതലായി മാറി. എന്തുകൊണ്ടാണ് നമ്മൾ ഉത്തരേന്ത്യയിൽ നടന്ന വർഗീയ കലാപത്തെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് ഒരു അവയർനെസ് ഉള്ളത്? നമ്മളൊന്നും അത് അനുഭവിച്ചിട്ടില്ല. തന്നെയില്ല, ആ കാലഘട്ടത്തിലെ മലയാളി അനുഭവിച്ചിട്ടില്ല. കാരണം അന്ന് ഇവിടേക്ക് ഈ സാധനം വന്നില്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട നോവലുകൾ, യശ്പാലിൻ്റെയും ഭീഷ്മസായിനിയുടെയും ബംഗാളി നോവലിസ്റ്റുകളുടെയും ഒക്കെ കൃതികൾ, ആ കൃതികളിൽ അത് ശേഖരിക്കപ്പെട്ടു. അതുകൊണ്ട് അതൊരു ഇന്ത്യൻ അനുഭവമായി നിൽക്കുന്നു. പൊതുവെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള ഒരു അനുഭവത്തെ, സാമൂഹിക അനുഭവത്തെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കുക, ചരിത്രത്തെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള ഒരു ഉപാധിയാക്കുക എന്നുള്ളത് എഴുത്തുകാരൻ്റെയും കലാപ്രവർത്തകരുടെയും ഇക്കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ആ ദൗത്യം നിർവഹിക്കാൻ മലയാളി സാഹിത്യകാരന്മാർ ഒരു മടിയാണ് കാണിച്ചിട്ടുള്ളത്. ഞാനത് സ്വയം വിമർശനപരമായിട്ട് പറയാം. അല്ലെങ്കിൽ നമ്മൾ മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, പലപ്പോഴും കേരളത്തിൻ്റെ ഒരു അനുഭവം, പലരും ചോദിക്കും കേരളത്തിന് എന്താ അനുഭവം, അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ കോവിഡ് വന്നപ്പോഴല്ല, അതിന് മുമ്പ് കേരളത്തിന് എന്താ അനുഭവം? കേരളത്തിൽ ഇന്ത്യൻ അനുഭവം എന്ന് പറയുന്നത് പലപ്പോഴും ഈ വർഗീയ ലഹളകളാണ്. പ്രത്യേകിച്ചും സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുമ്പും പിമ്പും 1947 മുമ്പും ഒക്കെ ആയിട്ട് നടന്ന വിഭജനത്തെ തുടർന്ന് നടന്ന അതിരൂക്ഷമായ വർഗീയ ലഹളയാണ്. അതാണ് ഇന്ത്യയുടെ ഒരു സ്പിരിറ്റ്, ജീവൻ എന്ന് പറയുന്നത്. അതിനെ കേന്ദ്രീകരിച്ചിട്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രീയവും സംസ്കാരവും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും അന്നുണ്ടായ വർഗീയ ലഹളയുടെ മുറിവ്. പക്ഷെ അത് കേരളത്തിൻ്റെ അനുഭവമല്ല. അപ്പോൾ കേരളത്തിന് ആ ഇന്ത്യൻ അനുഭവത്തിൽ നിന്ന് പുറത്തു കിടക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് അതിൻ്റെ പേരിൽ ചിത്രീകരിക്കപ്പെടാം. പക്ഷെ കേരളത്തിനൊരു അനുഭവം ഇല്ലേ? അനുഭവമില്ലാത്തൊരു ജനത ഉണ്ടാവില്ലല്ലോ. ഞാൻ ആലോചിക്കട്ടെ, ഈ ജാതി മേധാവിത്വം, അതിൻ്റെ ഭാഗമായിട്ടുള്ള തൊട്ടുകൂടായ്മ ഇത്ര രൂക്ഷമായ, ഇത്ര പ്രകടമായ ഒരു സംസ്ഥാനം, ഒരു പ്രദേശം വേറെയുണ്ട്. അതൊരു വലിയ ഇന്ത്യൻ അനുഭവമല്ലേ? ഒരു കേരള അനുഭവമല്ലേ? ഇന്ത്യൻ അനുഭവമാണ്. ഇന്ത്യയിൽ തന്നെ അത് അനുഭവം. ചിലരൊക്കെ നല്ല നോവൽ എഴുതിയിട്ടുണ്ട്. നമുക്കറിയില്ല, അൺടച്ചബിൾ എന്ന് പറയുന്ന നോവൽ മുൽക്കരാജ് ആനന്ദ് എഴുതിയിട്ടുണ്ട്. പലരും ഉണ്ട്, പല ഭാഷകളിലുണ്ട്. പക്ഷേ സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലെന്ന് വിളിച്ചു. ശ്രീനാരായണ ഗുരു വലിയ പോരാട്ടം നടത്തി. പൽപ്പ് വന്നു, ചട്ടമ്പി സ്വാമികൾ വന്നു, അയ്യങ്കാളി വന്നു. വലിയ പോരാട്ടങ്ങൾ നടത്തി സമൂഹത്തിന് കുറേയൊക്കെ വെളിച്ചവും തെളിച്ചൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഇപ്പോഴും അതിൻ്റെ അംശങ്ങൾ നിലനിൽക്കുന്നു. അത് നമ്മൾ പരിശോധിക്കണം, എന്തുകൊണ്ടാണ് അംശങ്ങൾ നിലനിൽക്കുന്നതെന്ന്. ഇതിനെ ഈ പറഞ്ഞ ഈ തൊട്ടുകൂടായ്മയുടെ ആ ഒരു കാലഘട്ടത്തിൽ സാഹിത്യം ഉണ്ടായിരുന്നല്ലോ, ഇവിടെ കലയുണ്ടായിരുന്നു, കഥയുണ്ടായിരുന്നു. കഥയും നോവൽ പോലും വന്നു കഴിഞ്ഞു അപ്പോഴേക്കും. പക്ഷേ അടയാളപ്പെടുത്തിയോ? മലയാള സാഹിത്യം അതിനെ അടയാളപ്പെടുത്തിയോ? സർഗാത്മകമായി അടയാളപ്പെടുത്തിയിട്ടുണ്ടോ? കുമാരനാശാൻ്റെ ചില കവിതകളിലും
അത് തന്നെ അതിനെയൊക്കെ അടയാളപ്പെടുത്തിയ കവിതയെ അദ്ദേഹം അത്ര പ്രധാനപ്പെട്ട കവിതയായിട്ട് കണക്കാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ അപൂർവം ചില സൃഷ്ടികളിലും അങ്ങനെയൊരു സൃഷ്ടികൾ ഉണ്ടായത് തന്നെ ആ എഴുത്തുകാരനോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കുന്ന സമൂഹമോ പരിഗണിക്കാത്ത ചില കൃതികൾ ഉണ്ടായിട്ടുണ്ടാവാമെന്നല്ലാതെ ജാതി വ്യവസ്ഥയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഉച്ചനീചിത്വങ്ങളെ അനീതികളെയും അടയാളപ്പെടുത്താൻ മറന്നുപോയ ഒരു ജനതയാണ്. നമുക്ക് ആ ഒരു വാക്കുള്ളൂ. നമുക്ക് എന്താണ് ആ വാക്ക്? മറ്റേ വിവേകാനന്ദൻ ഇവിടെ വന്നിട്ട് ഭ്രാന്താലയം എന്ന് പറഞ്ഞു. ഇത് മാത്രമാണ് ആ കാര്യത്തിൽ നമുക്ക് പുറത്തേക്ക് പറയാനുള്ളൊരു വാക്ക്. നമുക്കതിനെപ്പറ്റി ഒരു നല്ല നോവലില്ല, കവിതയില്ല, കഥയില്ല. ഇത് സാഹിത്യത്തോടുള്ള ഒരു ജനതയുടെ ഉദാസീനതയല്ല, മറിച്ച് ചരിത്രത്തോടും അവൻ ജീവിച്ച വർത്തമാനത്തോടും ഉള്ള ഒരു ദൗത്യത്തിൽ നിന്ന് വിമുഖത കാണിച്ചതിൻ്റെ ഒരു സംഗതിയാണ് അതെന്ന് എനിക്ക് തോന്നുന്നു. വേണമെങ്കിൽ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഖണ്ഡിച്ചുകൊണ്ട് അതുണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാം, അങ്ങനെ ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാം. ഇപ്പോൾ കേരളീയ സമൂഹത്തിലേക്ക് നമ്മൾ ഇത്ര കണ്ട് ശക്തമായി ജനകീയമായി അടിത്തട്ടിലോളം താഴ്ന്നിറങ്ങിയിട്ടുള്ള വലിയ തരത്തിലുള്ള ജാതിക്കെതിരായിട്ടുള്ള പോരാട്ടം, ഐക്യത്തിനും അനാചാരങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം നടന്ന ഈ കേരളത്തിൽ ഇപ്പോൾ ചില പ്രവണതകൾ കാണുന്നു. ആ പ്രവണതകൾ നമുക്ക് പ്രത്യക്ഷമായി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മതത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റുമൊക്കെ ഇവിടെ കേരളത്തിൻ്റെ ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ മേൽക്കോയ്മ കിട്ടുന്നു. മേൽക്കോയ്മ ഇല്ല, ഒരു സ്ഥാനം കിട്ടുന്നു. ഒരു 10% അല്ലെങ്കിൽ 15% ഇല്ലെങ്കിലും വിവിധ മതവർഗീയ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇവിടെ സ്വാധീനം കിട്ടുന്നു. കേരളത്തെ പോലുള്ളൊരു പ്രദേശത്ത് അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. നമ്മുടെ മഹാന്മാരായിട്ടുള്ള ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും അതിനു മുമ്പ് അയ്യാവൈകുണ്ഠ സ്വാമികളും ഒക്കെ തന്നെ ശക്തമായി പ്രവർത്തിച്ച മഹത്തായ പാരമ്പര്യമുള്ള, അതിനെയൊക്കെ അംഗീകരിക്കുന്ന ഒരു ജനതയുള്ള ഈ പ്രദേശത്ത് ഒരിക്കൽ പോലും അങ്ങനെ പാടില്ലാത്തതാണ്. ഇതിപ്പോൾ വർഗീയ ശക്തികളുടെ മിടുക്കൊണ്ട് വന്നതല്ല അതാണ് ഞാൻ പ്രത്യേകമായിട്ട് പറയാൻ കാരണം. വർഗീയ ശക്തികളുടെ ഒരു സാമർഥ്യം കൊണ്ട് അവർ ഇങ്ങോട്ട് വന്നത് മാത്രമല്ല, അവരെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു മാനസിക സ്ഥിതി, ഒരു മനോഭാവം കേരളീയർ പുലർത്തിയിട്ടില്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തെ ഒന്ന് അഴിച്ചു പരിശോധിച്ച് നോക്കുക. നമ്മുടെയൊക്കെ മനസ്സുകളിൽ പഴയ ഫ്യൂഡൽ പാരമ്പര്യത്തിൻ്റെയും അതിൻ്റെ നെറികെട്ട സംസ്കാരത്തിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലേ? ജാതി മേധാവിത്വത്തിൻ്റെയും മതമാണ്, എൻ്റെ മതം മാത്രമാണ് ശരി എന്നുള്ള അർത്ഥത്തിലൊക്കെ തന്നെ ചില പ്രവണതകൾ നമ്മുടെ മനസ്സിൻ്റെ അന്തരാളങ്ങളിൽ എവിടെയൊക്കെ ഉണ്ടായിട്ടില്ലേ? പലപ്പോഴും നമ്മളതൊക്കെ ശരിവെച്ചിട്ടില്ലേ? നമ്മുടെ ഈ ചെറിയ ചെറിയ ശരിവെക്കലുകളാണ്, അല്ലാതെ കയ്യിൽ 4-5 ചരടൊക്കെ ജപിച്ച് കൂട്ടി ഒരു കുറിയൊക്കെ വരച്ച് ഭയങ്കര ഭീകരനായിട്ട് വരുന്ന ഒരു വർഗീയവാദി വളണ്ടിയർ, അല്ലെങ്കിൽ മറ്റേ ജാതിക്കാരൻ, മറ്റു മതത്തിൽപ്പെട്ട അയാളുടെ വേഷമൊക്കെ കയറ്റി വരുന്ന അങ്ങനെയുള്ള മത വളണ്ടിയർമാരുടെ ഭീകര രൂപം കൊണ്ടൊന്നുമല്ല ഇവിടെ വർഗീയ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കപ്പെട്ടത്. ഒരു കാരണമാണ് അത് വരാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ വളരെ സാമാന്യ ജീവിതം നയിക്കുന്ന സാധാരണക്കാരെ പോലുള്ള ബുദ്ധിജീവികൾ പോലെ ആയിട്ടുള്ള ഇടത്തരക്കാരുമൊക്കെ ആയിട്ടുള്ള ആ ഒരു സമൂഹത്തിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചും ജീവിക്കാനൊക്കെ ഒരു നിവൃത്തി വരികയും കുറച്ച് ഭൂമി കിട്ടുകയും ജോലി കിട്ടുകയും താമസിക്കാൻ സൗകര്യങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തപ്പോൾ ഉണ്ടായ ചില ആലോചനകളുടെയും ചിന്തകളുടെയും ഒക്കെ ഉള്ളിൽ പഴയ കാലഘട്ടത്തിൻ്റെ ചില ഭൂതങ്ങൾ ഒളിച്ചു കിടപ്പില്ലേ, അത്തരത്തിലുള്ള ഭൂതങ്ങളല്ലേ അറിയാതെ തന്നെ ഇത്തരത്തിലുള്ള വർഗീയത രാഷ്ട്രീയത്തെ കേരളത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് എന്നാലോചിക്കാവുന്ന ഒരു വിഷയമാണ്. എന്തുകൊണ്ട് ഇത്രയും വലിയ ധ്രുവീകരണവും ജനാധിപത്യവൽക്കരണവും ഒക്കെ നടന്ന സംസ്ഥാനത്ത് ഇത് ബാക്കി നിന്നു മനസ്സുകളുടെ അകത്തളങ്ങളിൽ? അമേരിക്കയിൽ ജോർജ് ഫ്ലോയ്ഡ് കൊല ചെയ്യപ്പെടുമ്പോൾ 1865 അവിടെ അടിമത്തം അവസാനിപ്പിച്ചത് എബ്രഹാം ലിങ്കൻ. എത്ര കാലം കഴിഞ്ഞു, എന്നിട്ടും അവിടെ അത് ബാക്കി നിന്നു അല്ലേ? ബാക്കി നിന്നത് കാരണമല്ലേ ഡൊണാൾഡ് ട്രംപിൻ്റെയും സാമ്രാജ്യത്വത്തിൻ്റെയും ഒക്കെ തന്നെ തണലിൽ വീണ്ടും വർണ്ണമേധാവിത്വത്തിന് കറുത്തവനെ ഞെരിച്ചു കൊല്ലാൻ കഴിഞ്ഞത്. ഇവിടെ വീണ്ടും RSSൻ്റെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെയൊക്കെ ഭരണത്തിൻ്റെ തണലിലാണെന്ന് നമ്മൾ പറയും, ശരിയാണ്, അവരുടെ ടാർഗറ്റ് അതാണ്. പക്ഷെ അത് കേരളം പോലുള്ള ഒരു ഉത്കൃഷ്ട സമൂഹത്തിലേക്ക് എങ്ങനെ വന്നു? ഇവിടെ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായതുകൊണ്ടല്ലേ
ഇവിടുത്തെ മനസ്സുകളിൽ അത് ബാക്കി നിന്നത് കൊണ്ടല്ലേ? ആ ചോദ്യമാണ് ഞാൻ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ആ ചോദ്യം ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എൻ്റെ കാര്യത്തിന് വരും. കാരണം അന്ന് ഉണ്ടായിരുന്ന ആ ഒരു മഹത്തായ പ്രസ്ഥാനം, ജാതിവിരുദ്ധ പ്രസ്ഥാനം, അതിൻ്റെ സമരങ്ങൾ, അത് മനുഷ്യനിലുണ്ടാക്കിയ, അത് മനുഷ്യ ജീവിതത്തിലുണ്ടാക്കിയ, കുടുംബ ബന്ധങ്ങളിലുണ്ടാക്കിയ മാറ്റങ്ങൾ, ഇതിനെയൊക്കെ അടയാളപ്പെടുത്താൻ സാഹിത്യകാരന്മാർ വിട്ടുപോയി, കലാകാരന്മാർ വിട്ടുപോയി. ഇപ്പോഴും അതൊരു വലിയ കുറ്റമാണ്, ഒരു കുറ്റാരോപണം തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും നമ്മൾ വേണ്ടത്ര രീതിയിൽ നമ്മുടെ ചരിത്രത്തെയും സാഹിത്യത്തെയും എടുത്ത് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ആ വൈരുദ്ധ്യം നമുക്ക് മനസ്സിലാവും. വേണ്ടത്ര രീതിയിൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ല, സർഗാത്മകമായി അടയാളപ്പെടുത്തിയിട്ടില്ല, രേഖപ്പെടുത്തിയിട്ടില്ല നമ്മുടെ ചരിത്രം, നമ്മുടെ കേരളീയ അനുഭവത്തെ. ഈ കൊറോണ കാലം ഞാൻ എല്ലാ എഴുത്തുകാരോടും സുഹൃത്തുക്കളോടൊക്കെ പറയാവുന്നത് ഇതൊന്ന് അടയാളപ്പെടുത്തണം. ഈ അനുഭവം നമ്മൾ വിട്ടുകളയാൻ പാടില്ല. കേരളീയർ അനുഭവിച്ചത്, കേരളീയർ പൊരുതിയത്, കേരളീയർ ചില ഘട്ടങ്ങളിലൊക്കെ നിവർന്ന് നിന്നത്, ആരൊക്കെയാണ് നമ്മൾ തകിടം മറിക്കാൻ വന്നത്, ആരൊക്കെയാണ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വന്നത്, ജനങ്ങൾക്കൊക്കെ ഈ ഓർമ്മകളുണ്ടല്ലോ. അതിനെയൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു സാംസ്കാരിക രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അടിത്തട്ടിൽ നിന്ന് ജീവിതാനുഭവത്തെ സംസ്കരിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് പൊതുജീവിതത്തിൻ്റെ ഭാഗമാക്കി രാജ്യത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ ഭരണകൂടങ്ങളുടെയൊക്കെ അജണ്ടയാക്കി മാറ്റുന്ന ഒരു വലിയ നൈസർഗികമായൊരു പ്രവർത്തനമാണ് സാഹിത്യം. അതുകൊണ്ടാണ് സാഹിത്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ നികുതി പണമൊക്കെ ഉപയോഗിച്ച് അക്കാദമികളും മറ്റ് കലാപ്രകടനങ്ങളൊക്കെ നടത്തുന്നത് വെറുതെ ഒരു വിനോദത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണെന്നുള്ള അർത്ഥത്തിലല്ലാതെ വികസന പ്രക്രിയയിലൊക്കെ തന്നെ അതിന് വലിയ പങ്കുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് അതിന് ഈ പരിഗണന കിട്ടുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്തായാലും ദീർഘമായി സംസാരിക്കുന്നില്ല. മാനവീയം വേദിയിൽ മാനവീയം തെരുവിടത്തിൻ്റെ ഈ പരിപാടിയിൽ, അവിടെ നടക്കുന്ന പരിപാടിയെക്കുറിച്ചൊക്കെ തന്നെ കേൾക്കാറുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെയാണ് അതിൻ്റെ പരിപാടികൾക്ക് ആസൂത്രണം ചെയ്യുന്നത്. ഇപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, കാരണം പൊതുസ്ഥലങ്ങളിലൊക്കെ അതിനൊന്ന് എന്തെങ്കിലും നമുക്ക് തെരുവിടങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പൊതുവിടങ്ങൾ നമ്മൾ പിടിക്കാൻ ശ്രമിച്ച പൊതുവിടങ്ങളൊക്കെ ഈ ഒരു അനിശ്ചിതത്വത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു. വലിയൊരു സങ്കടമാണത്. പക്ഷേ അത് നമ്മൾ തിരിച്ചു പിടിക്കണം. ഈ ഒരു അന്തരീക്ഷം മാറിക്കഴിഞ്ഞാൽ കൂടുതൽ പൊതുവിടങ്ങളെ നമ്മൾക്ക് കൂടുതൽ സൃഷ്ടിക്കണം. ഇപ്പം നമ്മൾ നമ്മുടെ വീടിനെ തന്നെ പൊതുവിടാക്കുക. അതുപോലെ അതിനുള്ളൊരു സൗകര്യം നമുക്ക് ഈ ടെക്നോളജി തരുന്നു, ഭാഗ്യം. അത് പരമാവധി ഉപയോഗിക്കുക. അതിന് സൗകര്യമില്ലാത്തവരെ ഈ ഭാഗത്ത് കൊണ്ടുവരിക, വേണ്ടി വന്നാൽ അവരെ പഠിപ്പിക്കുക. പണ്ട് നമ്മൾ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ അന്നത്തെ ആളുകൾക്ക്, തൊഴിലാളികൾക്ക്, കൃഷിക്കാർക്ക് അക്ഷരം അറിയുമായിരുന്നില്ലല്ലോ. അവരെ അക്ഷരം പഠിപ്പിച്ചിട്ടാണ് പുരോഗമന സാഹിത്യ സംഘടന അന്ന് അവരെ വായിക്കാൻ പഠിപ്പിച്ചത്. പിന്നെ അവരെ എഴുത്തുകാർ പോലെ ആ സമൂഹങ്ങളിൽ നിന്ന് എഴുത്തുകാരും വന്നു. അതുപോലെ ഈ ടെക്നോളജിയിലേക്ക് എല്ലാവരെയും കൊണ്ടുവരാനും ഈ പ്ലാറ്റ്ഫോമിൽ എല്ലാവരെയും ഉൾപ്പെടുത്താനും നമുക്ക് കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് മാനവീയം തിരുവിടത്തിൻ്റെ മുഴുവൻ സുഹൃത്തുക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമസ്കാരം.